അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4-ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആനിലെ 1-ാം ഭാഗത്തെ 5-ാമത്തെ പാഠം അഹ്കാമുൽ മീമി സാക്കിന. അഹ്കാമുൽ മീമി സാക്കിന, സാക്കിനായ മീമിൻ്റെ വിധികളെ കുറിച്ചുള്ള ചർച്ചയാണ്. നമ്മൾ 3-ാം ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് ഓരോ വിധികളും കൃത്യമായിട്ട് പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് 4-ാം ക്ലാസ്സിൽ നടക്കുന്നത്. 5-ാമത്തെ പാഠത്തിലൂടെ നമുക്കൊന്ന് വായിക്കാം. സാക്കിനായ മീമിന് 3 ഹുക്കുമുകളാണുള്ളത്. സാക്കിനായ മീമിന് 3 ഹുക്കുമുകളാണുള്ളത്. സാക്കിനായ മീം പറഞ്ഞാൽ സുക്കൂനുള്ള മീം. അവ ഇദ്ഗാമ്, ഇഖ്ഫാ, ഇൽഹാർ എന്നിവയാണ്. ഏതൊക്കെയാണ്? ഇദ്ഗാമ്, ഇഖ്ഫാ, ഇൽഹാർ എന്നിവയാണ്. സാക്കിനായ മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാം ചെയ്യണം. സാക്കിനായ മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാം ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഉദാഹരണം നമുക്ക് കാണാം. മീമിനു ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. മീമിന് ശേഷം ബാ വന്നാൽ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. മറ്റുള്ള അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ ചെയ്യണം എന്ന് മുൻപ് നാം പഠിച്ചിട്ടുണ്ടല്ലോ. താഴെ കൊടുത്ത ഉദാഹരണങ്ങൾ നോക്കി ഇവ നമുക്ക് കണ്ടെത്താം. അപ്പോൾ സാക്കിനായ മീമിൻ്റെ വിധികൾ 3 ഒന്ന് ഇദ്ഗാം, മറ്റൊന്ന് ഇഖ്ഫാ, മറ്റൊന്ന് ഇൽഹാർ. ഈ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ സാക്കിനായ മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാമാണ്. സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ആണ്. മറ്റുള്ള ഏത് അക്ഷരങ്ങൾ വന്നാലും സാക്കിനായ മീമിന് ശേഷം വന്നാൽ അവ ഇൽഹാർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഓതേണ്ടത്. ഇനി ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് ഇൽഹാറാണ്. ഇൽഹാർ ഹും ഫീഹാ ഖാലിദൂൻ. ഹും ഫീഹാ, ഹും സാക്കിനായ മീമ് ശേഷം ഫാ വന്നു. ഇൽഹാറിൻ്റെ അവിടെ സാക്കിനാ മീമിൻ്റെ വിധിയിൽ ഇൽഹാറിൻ്റെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സാക്കിനാ മീമിന് ശേഷം ഫാ അതുപോലെ വാവ്, ഈ 2 അക്ഷരം വന്നാൽ പ്രത്യേകം ശ്രദ്ധിച്ചാട് വെളിവാക്കണം. കാരണം മീമ് ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരമാണ്. ഫാ താഴെ ചുണ്ടും മേലെ മുൻപല്ലിൻ്റെ തലയിൽ നിന്നും വരുന്നതാണ്. വാവാണെങ്കിൽ അവിടെ ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരമാണ്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ, ഫാവും വാവും ചുണ്ടിലൂടെ വരുന്ന അക്ഷരങ്ങളായതുകൊണ്ട് മീമും ചുണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത് മീം ഉച്ചരിക്കാതെ ചിലപ്പം ഫാ പറയുന്ന ഒരവസ്ഥ ഉണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹും ഫീഹാ ഖാലിദൂൻ. ഹും എന്ന് പറഞ്ഞ് ചുണ്ട് പൂട്ടിയതിന് ശേഷം ഫാ പറയാൻ പാടുള്ളൂ. അതുപോലെ തന്നെ വാവിന് നോക്കുകയാണെങ്കിൽ അലൈഹിം വലല്ലാലീൻ, ഫാത്തിഹയിൽ അലൈഹിം വ, അലൈഹിം എന്ന് പറഞ്ഞ ചുണ്ട് പൂട്ടിയതിന് ശേഷം അടുത്തതായിട്ട് വാവ് ഉച്ചരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മീം അവിടെ നഷ്ടപ്പെടും. അലൈഹിം വലല്ലാലീൻ എന്ന് പറഞ്ഞ് ചുണ്ട് പൂടിയിട്ടില്ലെങ്കിൽ മീം അവിടെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇൽഹാർ ചെയ്യുന്നിടത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മീമിന് ശേഷം സാക്കിനായ മീമിന് ശേഷം ഫാ വരുമ്പോഴും സാക്കിനായ മീമിന് ശേഷം വാവ് വരുമ്പോഴും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു ഇൽഹാർ രണ്ടാമത്തെ ഉദാഹരണം ഖുദ് മിൻ അംവാലിഹിം സ്വദഖ. അംവാലിഹിം സ്വദഖ, രണ്ടിനെയും സാക്കിന മീമിന് എന്ത് ചെയ്തു? അവിടെ വെളിവാക്കിയിട്ടാണ് ഓതിയത്. അങ്ങനെ എവിടെയാണെങ്കിലും ബാ മീം അല്ല, സാക്കിന മീമിന് ശേഷം ബാ മീം അല്ലാത്ത ഏത് അക്ഷരം വന്നാലും ഇൽഹാർ ചെയ്യണം. വാവും ഫാവും വന്നാൽ പ്രത്യേകം അവിടെ ശ്രദ്ധിക്കുകയും വേണം. ഇനി അടുത്തത് ഇഖ്ഫാ ആണ്. ഇഖ്ഫാൻ്റെ ഉദാഹരണം എന്താ? ലസ്ത അലൈഹിം ബിമുസൈത്തിർ. ലസ്ത അലൈഹിം ബിമുസൈത്തിർ. ഇഖ്ഫാ ചെയ്തു ഓതുന്നു. വഹും ബിറബ്ബിഹിം യഅദിലൂൻ. വഹും സാക്കിനായ മീമ് ശേഷം ബാ വന്നു, ഇഖ്ഫാ ചെയ്യണം. വഹും ബിറബ്ബിഹിം യഅദിലൂൻ. ഇനി അടുത്തത് ഇദ്ഗാമാണ്. ഇദ്ഗാമിന് നമ്മൾ പറഞ്ഞ് സാക്കിനായ മീമിന് ശേഷം മീമ് വരിക എന്നുള്ളത് ആണ്. അതെങ്ങനെ? വലക്കും മാ കസബ്തും. സാക്കിനായ മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാം ചെയ്യണം. വലക്കും മാ കസബ്തും വഅൻതും മുസ്ലിമൂൻ. അൻതും സാക്കിനായ മീമ് അതിനുശേഷം മീം വന്നോ അവിടെയും ഇദ്ഗാം ചെയ്തുകൊണ്ട് പാരായണം ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നുൻഷിദു, പാടി നോക്കാനാണ്. സാക്കിനായ മീമിനെ കുറിച്ചുള്ള ബൈത്താണ്. സാക്കിനായ മീമിനു ശേഷം മീം വന്നാൽ ഇദ്ഗാം, ബാ വന്നാൽ ഇഖ്ഫാ, ബാക്കി വന്നാൽ ഇൽഹാർ. സാക്കിനായ മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാം, ബാ വന്നാൽ ഇഖ്ഫാ, ബാക്കി വന്നാൽ ഇൽഹാർ. വളരെ സിമ്പിളായിട്ട്
സാക്കിനായ മീമിൻ്റെ ഹുക്കുമുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ നക്തുബ അംസിലത്ത അഹ്വാലിൽ മീമി സാക്കിന. ഇവിടെ ഒരുപാട് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെ പാഠത്തിൽ അക്ഷരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ അക്ഷരങ്ങൾക്കൊക്കെ ഓരോ ഉദാഹരണങ്ങൾ, അതായത് സാക്കിനായ മീമിന് ശേഷം ഈ അക്ഷരങ്ങൾ വരുന്ന ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടെത്തി പരിശുദ്ധ ഖുർആനിൽ നിന്നും കണ്ടെത്തി അവിടെ എഴുതണം. അപ്പോൾ ഒന്നാമത്തെ കൊടുത്തിട്ടുള്ള ഹംസയാണ്. അപ്പോൾ നമുക്ക് എഴുതാം വബൈനകും ഇന്നഹു. വളരെ സാക്കിനായ മീമിനെ വെളിവാക്കിയിട്ടാണ് ഓതേണ്ടത്. അടുത്തത് ബാ ആണ്. ബാ വരുമ്പോൾ എങ്ങനെ ഓതണം? ഇഖ്ഫ ആണ്. വഹും ബിറബ്ബിഹിം, വഹും ബിറബ്ബിഹിം. അടുത്ത താ ആവുമ്പോൾ ഇദ്ഹാർ. കുന്തും തക്ഫുറൂൻ. അടുത്തത് സാ മിൻ ഖബലിക്കും സുമ്മ, ഖബലിക്കും സുമ്മ. സാക്കിനായ മീമിന് ശേഷം സുമ്മ. അപ്പോൾ സാക്കിനായ മീമിന് ശേഷം അവിടെ സാ ആണ് വന്നത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ സാക്കിനായ മീമിന് ശേഷം ജീം വന്നു വെളിവാക്കണം, സാക്കിനായ മീമിന് ശേഷം ഹ വന്നു വെളിവാക്കണം. അങ്ങനെ ഓരോ ഉദാഹരണങ്ങളും ഇവിടെ സാക്കിനായ മീമിന് ശേഷം ഖ വന്നു മീമിനെ വെളിവാക്കണം. അലൈഹിം ദാഇറ, അലൈഹിം എന്നുള്ളിടത്ത് സാക്കിനായ മീമിന് ശേഷം ദാല് വന്നു വെളിവാക്കണം, ദാല് വന്നാലും വെളിവാക്കണം. അതുപോലെ തന്നെ റാ വന്നു, സായ് വന്നു. അവിടെയൊക്കെ സാക്കിനായ മീമിനെ വെളിവാക്കിയിട്ടാണ് ഓതേണ്ടത്. സാക്കിനായ മീമിനെ വെളിവാക്കാതെ ഓതേണ്ട സ്ഥലം രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ. ഒന്ന് സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ, മറ്റൊന്ന് സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ. ബാവും മീമും വന്നാൽ മാത്രമേ വിധി മാറുള്ളൂ. ബാക്കിയൊക്കെ ഇദ്ഹാറാണ്. അത് പ്രത്യേകം ചെയ്യുക, ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഓരോ ഉദാഹരണങ്ങളും കുട്ടികൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. എല്ലാത്തിൻ്റെയും ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നോക്കിയാൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കിട്ടും. ഇനി തഖ്സീസാണ് ആ പാഠത്തിലുള്ള തഖ്സീസ്. നഖ്റ സൂറത്തുൽ അഹ്സാബ് വനക്തശിഫു മിൻ അഹ്വാലിൽ മീം സാക്കിന. സൂറത്തുൽ അഹ്സാബ് പാരായണം ചെയ്തിട്ട് അതിൽ സാക്കിനായ മീമിൻ്റെ ഹുക്കുമുകളെ പ്രത്യേകം ശ്രദ്ധിച്ച് പാരായണം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതോടെ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.